അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലായുഗത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനിലായുഗത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. വരവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമലിന്നെന്റെ വല്ലവൻ കാത്തിടുമേ. വരവിടമായിരങ്ങൾ വല്ലവൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും താൻ. ശരണമവൻ തരും തൻ ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമാ പരമനപാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമനപാരിടത്തിൽ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് തരാനുള്ള ദൂത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് തരും ദൈവം. അതേ പറയാൻ എനിക്ക് കഴിയുള്ളൂ. കുറിച്ചെടുത്ത് പ്രസംഗിക്കാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ശാരീരികമായി വളരെ ക്ഷീണമുണ്ട്. അറ്റാക്ക് വന്നിരിക്കുകയാണ്.
അറ്റാക്ക് വന്ന ചികിത്സയിലാണ്. ഈ സ്റ്റെപ്പൊന്നും കയറരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ഏതാണ്ട് 6-7 മാസമായി ചികിത്സയിലിരിക്കുക. ഈ സമയത്തും കർത്താവ് അയക്കുന്നിടത്തൊക്കെ കടന്നു പോകുന്നു, പ്രവർത്തിക്കുന്നു, ദൈവം നടത്തുന്നു. കുഞ്ഞുങ്ങളൊക്കെ വിഷമമാണ്. ഞാൻ പോകുന്നതിനൊക്കെ അവർക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഈ വയ്യാതിരിക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും വീഴുമോ എന്നൊക്കെ ഉള്ള പേടിയാണ്. നിങ്ങളെപ്പോലെയുള്ള അനേക ദൈവത്തിൻ്റെ ജനങ്ങൾ ഹല്ലേലൂയ കേരളത്തിനകത്തും പുറത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ഹല്ലേലൂയ ജനമുള്ളതുകൊണ്ട് അവരുടെ പ്രാർത്ഥനാകരങ്ങളിൽ എന്നെ വഹിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുവാൻ ഇടയായി തീർന്ന് ഒരു പ്രാവശ്യം കൊണ്ട് ഓർപ്പിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ പ്രിയ വേദിയിലായിരിക്കുന്ന ഏവർക്കും ഇവിടെ ഗാനം ആലപിച്ച കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ സായാഹ്ന വേളയോട് ചേർന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ആരാധന തുടങ്ങുന്നുവെന്ന് വാത്സല്യ ദേവദാസും പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവിടുത്തെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് യഹോവയായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, ആ മനുഷ്യനെ ഏതെങ്കിലും അവരെ ആക്കിയതിന് ശേഷം ഹല്ലേലൂയ ദൈവം മനുഷ്യനോട് ഹല്ലേലൂയ കൂടെ വസിച്ചപ്പോഴാണ് സായാഹ്ന വേള സമയത്താണ് കർത്താവ് വന്ന് തോട്ടത്തിൽ വന്നതെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇവിടുന്ന് അത് ഓർക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ദൈവവചനം പറയാം, 2-3 പേർ എൻ്റെ നാമത്തിലൂടെ കൂടുന്ന അവരുടെ മധ്യം ഞാൻ ഉണ്ട് എന്നാണ്. അപ്പോൾ ഹല്ലേലൂയ വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം ചെയ്യുമല്ലോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ അവൻ്റെ നാമത്തിൽ 2-3 പേർ കൂടിയാൽ അതിൻ്റെ മധ്യം ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. വരുമെന്നല്ല ഉണ്ട് എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ ദൈവം അറിയിച്ച 1-2 വാക്യങ്ങൾ വായിച്ച് ദൈവം തന്നെ കൃപയ്ക്കൊത്തോടെ ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കും. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു, തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആർ എന്നവൻ ചോദിച്ചു. ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേണമേ. മതി. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുവചനം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചനം നിൻ്റേതാ, അടിയനെ നിൻ്റേതാ. കർത്താവ് ഇവിടെ ഇരിക്കുന്ന അടിയങ്ങൾ നിൻ്റേതാ. കർത്താവ് ഇന്ന് കാലം സംസാരിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഇടപെടുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മറവിലെ അടിയനെ മറച്ചുകൊള്ളണമെന്നതാ നീ ഇടപെട്ടുകൊണ്ടിരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവവചനത്തിൽ കൂടെ നമ്മൾ വായിച്ചത് ഹല്ലേലൂയ രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഒന്നുകൂടെ വായിച്ചത്. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആർ എന്നവൻ ചോദിച്ചു. ഹല്ലേലൂയ. നിർത്തിയാട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ തിരുവചനത്തിൽ രൂത്തിന്റെ പുസ്തകം ഹല്ലേലൂയ 3-4 അധ്യായം കൊണ്ട് തീരുന്ന ഒരു ചെറിയ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അതിൽ 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഈ രൂത്ത് ഒരു മോവാബി സ്ത്രീയാണ്. 10 തലമുറ വരെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിപ്പാനോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനോ മോവാബർക്ക് ഹല്ലേലൂയ അനുവാദമില്ല. ഹല്ലേലൂയ. അതെന്താണെന്ന് ഞാൻ പിന്നീട് സംസാരിക്കാം. ആ അനുവാദമില്ലാതിരിക്കെ ഹല്ലേലൂയ അനുവാദമുള്ളവളായി തീർന്ന ഒരു സ്ത്രീയാണ്, മോവാബി സ്ത്രീയാണ് രൂത്ത്. ഒരു ജാതീയ പെൺകുട്ടിയാണ് രൂത്ത്. ഹല്ലേലൂയ. സ്തോത്ര. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ. അവൾ അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. ഹല്ലേലൂയ. തന്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അവിടെ തീരുമാനത്തെയും പ്രതിഷ്ഠയും കാണിക്കുന്നു. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ അധ്വാനത്തെ കാണിക്കുന്നു. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൾ പ്രതിഫലത്തിനായി കിടക്കുന്നത് കാണിക്കുന്നു. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൾ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് സ്വസ്ഥമായിരിക്കുന്നതിനെ കാണിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ
അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വായിച്ചത്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദായിലെ ബെത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. മതി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയുന്നിടം വായിച്ചാൽ മതി. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത് ബേദലഹേം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കലവറ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ ദേശം എന്നാണ് ബേദലഹേമിൻ്റെ അർത്ഥം. ആ സമ്പൽ സമൃദ്ധിയുടെ ദേശമായിരുന്ന അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കലവറയായിരുന്ന ആ ഹല്ലേലൂയ ബേദലഹേമിൽ നിന്ന് അല്പക്ഷാമം അവിടെ ഉണ്ടായപ്പോൾ ഹല്ലേലൂയ ഒരു കുടുംബം അവിടുന്ന് പോയിരിക്കുകയാണ് മോവാബിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഓ പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്കൊന്നും പ്രാർത്ഥിച്ചില്ലേ ദൂത് കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ അല്പക്ഷാമമുണ്ടായി. ഹല്ലേലൂയ. ക്ഷാമമുണ്ടായപ്പോൾ ഹല്ലേലൂയ ഒരു കുടുംബം അവിടുന്ന് എവിടേക്ക് പോയി? മോവാബിലേക്ക് പോയി. അപ്പോൾ അപ്പക്കലവറയായിരുന്ന അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ ഇടമായിരുന്ന ബേദലഹേമിലെ ഹല്ലേലൂയ ക്ഷാമം ഹല്ലേലൂയ ഉണ്ടായ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി അനുഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം ഇച്ചിരി ക്ഷീണം വന്നപ്പോൾ എവിടേക്ക് പോയി? മോവാബിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചേ. അവന് എലിമലേക്ക് എന്ന ഭാര്യയ്ക്കു നവോമി എന്ന 2 പുത്രന്മാർ, മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ എലീമലേക്കർ എന്ന ഭർത്താവും നവോമി എന്ന ഭാര്യയും മഹ്ലോൻ എന്ന മകനും കില്യോൻ എന്ന മകനും ഇവർ 4 പേരും കൂടെ ഹല്ലേലൂയ എവിടേക്ക് പോയിരിക്കുകയാണ്? മോവാബിലേക്ക് പോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഓടിച്ച് പറയുകയാണ്. എനിക്ക് ദൈവം തന്ന ദൂത് മാത്രം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം എടുത്തത്. അപ്പോൾ ഈ 4 പേരും ഹല്ലേലൂയ മോവാബിൽ ചെന്ന് പാർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എലീമലേക്കർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രാജാവാകുന്നു എന്നാണ്. അപ്പോൾ ദൈവം രാജാവായി അവരോടുകൂടെ ഇരുന്ന ആ എലീമലേക്കർ എന്ത് ചെയ്തു? മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ വിധവയായ മാതാവും 2 ആൺകുട്ടികളും മാത്രം അവിടെ അവശേഷിച്ചു. കുറേ കാലം അവരിങ്ങനെ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. മുന്നോട്ട് പോയപ്പോൾ ഈ മാതാവ് മോവാബിൽ നിന്ന് 2 പെൺകുട്ടികളെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ വിവാഹത്തിനെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരുത്തിയുടെ പേര് ഓർപ്പ എന്നും ഒരുത്തിയുടെ പേര് രൂത്ത് എന്നുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഓർപ്പ ഹല്ലേലൂയ ഇവിടെ എന്ന വാക്കിൻ്റെ അർത്ഥം ശാഠ്യക്കാരി എന്നാണ്. രൂത്തിൻ്റെ അർത്ഥം വിവേകമുള്ളവൾ അല്ലെങ്കിൽ ഹല്ലേലൂയ സഖി എന്നാണ്. ഹല്ലേലൂയ. ഈ 2 സ്വഭാവമുള്ള 2 വ്യക്തികളെയാണ് ഹല്ലേലൂയ നവോമി മക്കൾക്കായി വിവാഹത്തിനെടുത്തത്. എന്നാൽ വിവാഹത്തിനെടുത്ത് ഹല്ലേലൂയ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മൂത്ത മകൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കുറച്ചു നാൾ കൂടെ കഴിഞ്ഞപ്പോൾ 2ാമത്തെ മകനും മരിച്ചു. ദൈവമക്കളെ പറയട്ടെ, ഹല്ലേലൂയ സമ്പൽ സമൃദ്ധിയുടെ ദേശമായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശമായിരുന്ന ഹല്ലേലൂയ അനുഗ്രഹത്തോടെ ജീവിച്ച കുടുംബത്തിൽ അല്പം പ്രയാസമുണ്ടായപ്പോൾ ആ അനുഗ്രഹത്തെ വിട്ടിട്ട് കൂടുതലിന് പോയതാ ഇപ്പോൾ വിധവയായി തീർന്നിരിക്കുന്ന ഹല്ലേലൂയ 3 വിധവന്മാർ അവിടെ അവശേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ആത്മീയമായും ഭൗമികമായും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പല വിഷയങ്ങളുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവസന്നിധിയിൽ ഇറങ്ങി തിരിച്ചുവെങ്കിൽ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലും പ്രതിബന്ധങ്ങളുടെ സാഹചര്യത്തിലും ഹല്ലേലൂയ നാം പിടിച്ച ഹല്ലേലൂയ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം വലിയവനാണെന്ന് നമ്മളെ എത്തിക്കുവാൻ അവൻ ശക്തനാണെന്നോ ആ വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളെ അല്ലെങ്കിൽ പരാജയം നമ്മുടെ ജീവിതത്തെ കടന്നു വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇപ്പോൾ ഒഴിഞ്ഞുപോയ ഹല്ലേലൂയ ഹല്ലേലൂയ ഭർത്താക്കന്മാരൊഴിഞ്ഞ 3 സ്ത്രീകളെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിൽ ആ രൂത്ത് എടുത്ത തീരുമാനത്തെ ഹല്ലേലൂയ അത് പറയുവാനാണ് ഞാനിവിടെ ഹല്ലേലൂയ സംസാരിക്കുന്നത്. ഹല്ലേലൂയ 3 പേരും അവശേഷിച്ചപ്പോൾ ഹല്ലേലൂയ വാർദ്ധക്യയായ ഹല്ലേലൂയ മാതാവ് പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഹല്ലേലൂയ നിങ്ങൾ മടങ്ങി നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. ഹല്ലേലൂയ ഇനിയും ഹല്ലേലൂയ ഞാനൊരു ഹല്ലേലൂയ മകനെ പ്രസവിച്ച് നിങ്ങൾക്ക് ഭർത്താവായി ഇരിക്കുവാൻ ഹല്ലേലൂയ എനിക്ക് പ്രായം ഹല്ലേലൂയ അധികമായി പോയി, അതുകൊണ്ട് നിങ്ങൾ മടങ്ങി പോകുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ ഓർപ്പ ശാഠ്യക്കാരിയാണ്. അവക്കറിയാം യൗവനത്തിൽ അവിടെ ഭർത്താവ് മരിച്ചു. അല്ലെങ്കിൽ ഈ വയസ്സെന്ന തള്ളയുടെ കൂടെയൊക്കെ നിന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ അവളത് കേൾക്കുന്നതിന് ഓടി വന്ന് അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് 2 ചുംബനമൊക്കെ കൊടുത്ത് അവൾ യാത്ര പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാത്ര പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ രൂത്ത് വിവേകമുള്ളവളാ. അല്ലെങ്കിൽ ഈ നവോമിയോട് ചേർന്ന സമയം മുതൽ അവിടെ മാതാവിനെ അവൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അല്ലെങ്കിൽ പരാജയത്തിലൊക്കെ ചാടിയെങ്കിലും അല്ലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും അല്ലെങ്കിൽ സ്തോത്രം അവർ
അവരുടെ വിശ്വാസത്തെ നല്ലതുവണ്ണം ഹല്ലേലൂയ രൂത്ത് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോവാബിൽ ഹല്ലേലൂയ അന്യദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകുന്ന രൂത്ത് ഇവിടെ വന്ന അമ്മാമ്മയോട് ഹല്ലേലൂയ ചേർന്ന് നിന്നപ്പോൾ അവരുടെ വിശ്വാസത്തെയും അവരുടെ ആത്മീയതയും അവരുടെ ആരാധനയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവളെ മനസ്സിലാക്കി, ഇനി ഞാൻ ഹല്ലേലൂയ മടങ്ങിപ്പോകുന്നതിലും ഈ മാതാവിനോട് ചേർന്ന് നിന്നാൽ എൻ്റെ ജീവിതത്തെ എനിക്ക് നന്മ പ്രാപിപ്പാൻ ഇടയായിത്തീരുമെന്ന് അവൾ തീരുമാനമെടുക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അവളെ ഓർപ്പ ചുംബനം ചെയ്ത് ഹല്ലേലൂയ മടങ്ങിപ്പോയപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളെ ഹല്ലേലൂയ പറഞ്ഞ വാക്കാണ് അതിൻ്റെ 1:16, 17, 18 വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. അവള് പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോകാൻ നീ എന്നോട് പറയരുതേ. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെ വരത്തുള്ളൂ. നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കുകയുള്ളൂ. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ അവിടെ വെച്ചാൽ തീരുമാനമെടുത്തു. അവൾ പ്രതിഷ്ഠിച്ചു. ഹല്ലേലൂയ. അവൾ അമ്മാവിയമ്മയോട് ചേർന്ന് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അവൾ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1 വായിച്ചിട്ട് 1 മുതൽ 1 വായിച്ചു. നവോമിക്ക് തന്റെ ഭർത്താവായ എലീമലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. എന്നാൽ മോവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. അവൾ മോവാബി കണ്ടിട്ടില്ലാത്ത പലതും ബേത്ലഹേമിൽ കാണുവാൻ അവൾക്ക് ഇടയായി തീർന്നു. അവൾ അമ്മാവിയമ്മയും 2 വിധവമാരും മടങ്ങി വരുമ്പോൾ ഇവിടെ യവക്കൊയ്ത്തിന്റെ കാലമാണ്. ഹല്ലേലൂയ. യവക്കൊയ്ത്തിന്റെ കാലത്താണ് നവോമിയും ഹല്ലേലൂയ രൂത്തും ഹല്ലേലൂയ മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ ഈ കൊയ്ത്തൊക്കെ കണ്ടപ്പോൾ രൂത്തിന് ആഗ്രഹം അവിടെ ഒന്ന് ഇറങ്ങി പെറുക്കിയാൽ കൊള്ളാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ അമ്മാവിയമ്മയോട് ആദ്യം അനുവാദം ചോദിച്ചു. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, ഹല്ലേലൂയ നീ ഹല്ലേലൂയ നമ്മുടെ ചാർച്ചക്കാരനായിരിക്കുന്ന ബോവസിന്റെ വയലിൽ ചെന്ന് കതിർ പെറുക്കിക്കൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് അവൾ ഓടിപ്പോയി ഹല്ലേലൂയ ആ കതിർ പെറുക്കുവാൻ വയലിൽ ചെന്നപ്പോൾ അതിൻ്റെ മേലാളായ ബോവസ് വരുന്നത് അവൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ ബോവസിനോട് ചോദിച്ചു, ഞാൻ ഈ കൊയ്ത്തുകാരുടെ പിന്നാലെ ഹല്ലേലൂയ കറ്റയുടെ ഇടയിൽ നിന്നും പെറുക്കിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവം മക്കളെ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ എന്തുകൊണ്ടാണ് അവൾ കൊയ്യാൻ അനുവാദം ചോദിക്കാഞ്ഞത്? ഹല്ലേലൂയ. അവൾ കൊയ്യാൻ അനുവാദം ചോദിക്കാഞ്ഞത് അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ കൊയ്ത്തുകാരൊക്കെ ഹല്ലേലൂയോട്ട് നിൽക്കുന്ന നെല്ല് ചെത്തിയെടുത്ത് അങ്ങ് പോവുകയാണ്. പക്ഷേ കയ്യിലുള്ള ഭാരമുള്ള നെൽമണി ഇതാ കച്ചിയുടെ ഇടയ്ക്ക് വീണ് കിടക്കുന്നത് അവൾ കാണുവാനിടയെ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കതിരും കൂടെ ചെത്തി കൊയ്ത്താളുകൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഭാരമുള്ള നെന്മണികൾ അല്ലെങ്കിൽ ഇതാ വയലിൽ നിരന്ന് കിടക്കുന്നത് നമുക്ക് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഈ കൊയ്യുന്നതിനേക്കാളിൽ നല്ലത് ഈ കാല പെറുക്കുന്നതാണെന്ന്. ഹല്ലേലൂയ. കൊയ്ത് ചവിട്ടുമ്പോൾ പതിരൊക്കെ പറന്നു പോകും, അല്പം നെൽമണി അതിൽ കാണത്തുള്ളൂ. അല്ലെങ്കിൽ എന്നാൽ ഈ കതിര് പെറുക്കി ചവിട്ടിയാൽ അതിൽ പറന്നു പോകുവാൻ ഒന്നുമില്ല. നല്ല ഭാരമുള്ളതും ഖരമുള്ളതുമാണ് വീണ് കിടക്കുന്നത്. ഓ രഥാരാജന ഹല്ലേലൂയ. അവൾ ആ ഭാരമുള്ള നെൽമണി പെറുക്കി. ഹല്ലേലൂയ. നവോമിയുടെ ചാർച്ചക്കാരനാണ്. ആ ബോവസ് വരുന്നത് കണ്ടപ്പോൾ പരിചയമില്ലാത്തൊരു പെണ്ണ് നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവളെ ഹല്ലേലൂയ ഹല്ലേലൂയ കൊയ്ത്താളിനോട് ചോദിക്കാണ്, ഈ യുവതിയേത്? വയലിൽ ഹല്ലേലൂയ വളരെ സന്തോഷത്തോടുകൂടെ കതിർ പെറുക്കുന്നവളെ കണ്ടപ്പോൾ ബോവസ് ചോദിക്കുക, ഈ യുവതിയേത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പരിചയപ്പെടുത്തി നമ്മുടെ നവോമിയോടുകൂടെ ആ മോവാബ് ദേശത്ത് നിന്ന മോവാബിയ സ്ത്രീയായ ഇവള്. പ്രൈസ് ദി ലോർഡ്. ഓറി ഹല്ലേലൂയ.
അത് കണ്ടപ്പോൾ ബോവസിന് അവളോട് ദയ തോന്നി. പ്രൈസ് ദി ലോർഡ്. കാരണം ഹല്ലേലൂയ ആ മോവാബ്യ ദേശം വിട്ടു. ഹല്ലേലൂയ അവൾ ആ അമ്മാവിയമ്മയുടെ കൂടെ ഇറങ്ങി വന്നത് അറിഞ്ഞ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ ബോവസിന് അവളോട് ദയ തോന്നി. ദേവസിന് ദയ തോന്നിയിട്ട് ഹല്ലേലൂയ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ എൻ്റെ അടുത്ത വാക്യം കാണാൻ, കേട്ടോ മകളെ, പെറുക്കുവാൻ നീ വേറെ വയലിൽ പോകണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പെറുക്കുവാൻ നിങ്ങൾ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊയ്ത്തുകാരുടെ കൂടെ നടന്ന് നീ പെറുക്കിക്കോ. കറ്റയിൽ നിന്ന് വലിച്ചിട്ട് തരുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നിനക്ക് കുടിക്കാൻ ഇവിടെ വെള്ളമുണ്ട്. അത് മാത്രമല്ല, ഭക്ഷിപ്പാൻ നിനക്ക് ഭക്ഷണമുണ്ട്. അവരോട് കൂടെ ഇരുന്ന് നീ ഭക്ഷിക്കുകയും അല്ലെ ചാറി മുക്കി നീ കഴിക്കുകയും ചെയ്യണമെന്ന് അവളോട് പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് പ്രിയമുള്ളവരെ, അവൾ ചോദിച്ചു, ഞാനൊരു അന്യദേശക്കാരിയല്ലേ? ഹല്ലേലൂയ. നിനക്കെന്താ എന്നോട് ഇത്ര കരുണ തോന്നുന്നത്? ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ സവിസ്താരമായി പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അവൻ പറഞ്ഞത് എന്താണെന്നറിയാം, നിൻ്റെ ഹല്ലേലൂയ ഭർത്താവ് മരിച്ചു. ഹല്ലേലൂയ. നിൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് നീ അറിയാത്ത ജനത്തിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ വയലിൽ ഇറങ്ങിയത് വെറുതെ ഒന്നുമല്ല. ഹല്ലേലൂയ. അവൾക്കറിയാം ഇവിടെ അധ്വാനിച്ചാൽ ഹല്ലേലൂയ പ്രതിഫലം കിട്ടുമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അത് മാത്രമല്ല, സംരക്ഷണം കിട്ടുമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. അവൾ നീ ഇവിടെ നിന്ന് പെറുക്കിക്കോ. സ്തോത്രം. അവിടെ നിനക്ക് ഭക്ഷണമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അത് മാത്രമല്ല, ഓരോ മുന്നാലോചന കൊടുത്തു. ഹല്ലേലൂയ. യൗവനക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വിടേണ്ടതിനെ വിട്ടിറങ്ങിയാൽ, ഹല്ലേലൂയ, നീ ഉന്നം വച്ചതിനെ നോക്കി ഇറങ്ങിയാൽ, ഹല്ലേലൂയ, നിന്റെ ദൈവത്തിന്റെ സന്നിധി നീ ഇറങ്ങിയാൽ നിനക്ക് സംരക്ഷണം തരുന്ന ഒരു ദൈവമാണ് ഞാൻ നീയും വിശ്വസിക്കുന്ന ദൈവം. അതും കൊള്ളാം ഇതും കൊള്ളാം എന്നും പറഞ്ഞിറങ്ങിയാലേ ഹല്ലേലൂയ നിനക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുകയാണ്, ഹല്ലേലൂയ, നീ എല്ലാവരെയും വിട്ടിറങ്ങിയ വിവരം ഞാൻ അറിഞ്ഞു. അപ്പോൾ നീ അറിയാത്തത് അബ്രഹാമിനോട് പറഞ്ഞത് എന്താണെന്നറിയാം? അബ്രഹാമേ, നിന്റെ സ്വദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് നീ പോകുവാനാ പറഞ്ഞത്. അപ്പൊ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് നന്മ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ അല്ലെങ്കിൽ സുവിശേഷവാലക്കാരൊക്കെ പെണ്ണുങ്ങളൊക്കെ അതിലെതിരെയൊക്കെ നടന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അതിലേ പോയപ്പോൾ അയാൾ എന്നോട് അത് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ അങ്ങനെ നോക്കി, ഇവിടെ വന്നപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി. എന്താ നിന്നെ നോക്കുന്നേ? ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത് അവളെ തുടരുതെന്ന് യൗവനക്കാരോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സംരക്ഷണം തന്നിട്ടുണ്ട്, നിനക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, നിനക്ക് വെള്ളം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ സൂക്ഷിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നിനക്ക് സംരക്ഷണം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ബോവസ് അവളോട് പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നീ എന്നോട് ചേർന്നിരുന്നിട്ട് ഈ ചാറിൽ മുക്കി നീയും കഴിച്ചുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വെള്ളം ഇരിപ്പുണ്ട്, അത് നീ കുടിച്ചു കൊള്ളണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം വിശുദ്ധിയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധന്മാരായിരിപ്പീൻ. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ബോവസ് നോക്കിയപ്പോൾ അവൾ സകലതും വിട്ട് വയലിൽ ഇറങ്ങി. ഹല്ലേലൂയ. ആ വയലിൽ ഹല്ലേലൂയ അവൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ബോവസ് അവളോട് പറഞ്ഞു, ഈ ഒരു കാര്യം ഞാൻ ഈ നിലത്തിന്മേൽ നീ ദൃഷ്ടി വെച്ചോളണം, ഞാൻ നില വാങ്ങിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതും അവളോട് പറഞ്ഞു. അങ്ങനെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പ്രവൃത്തിയിൽ അവളെ ഹല്ലേലൂയ പൂർത്തീകരിപ്പാനിടയായി തീർന്നു. പൂർത്തിയാക്കിയതിന് ശേഷം ഹല്ലേലൂയ പിന്നീടാണ് അവൾക്ക് ലഭിച്ച ആ യവവുമായി അവൾ അവിടെ അമ്മാവിയമ്മയ്ക്ക് ഹല്ലേലൂയ ആ യവവുമായി അമ്മാവിയമ്മയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അമ്മാവിയമ്മ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിനക്കൊരു വിശ്രാമ സ്ഥലം ഉണ്ടാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കാരണം അധ്വാനിച്ച് ക്ഷീണിച്ച് ഹല്ലേലൂയ വിധവയായ മാതാവിനെ പോറ്റി പുലർത്തി ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടുന്ന ഹല്ലേലൂയ സംരക്ഷണയൊക്കെ ചെയ്ത് ഹല്ലേലൂയ പ്രാപിച്ചെടുത്ത് കൊണ്ടുവന്ന ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ യവ മാതാവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ മാതാവ് ചോദിച്ചു, നീ ഞാൻ നിനക്കൊരു വിശ്രമ സ്ഥലം ഉണ്ടാക്കട്ടെ. അങ്ങനെ ഹല്ലേലൂയ നവോമിയുടെ അനുവാദത്തോടു കൂടെയാണ് അതിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ വായിച്ചേ, അതിൻ്റെ 5 മുതൽ വായിച്ചേ.
അതിനവൾ, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് പറഞ്ഞു തന്നാ മതി, അമ്മയോട് പറഞ്ഞു, നീ പറഞ്ഞാ മതി, നീ അവൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മായിയമ്മ കൽപ്പിച്ചതൊക്കെയും ചെയ്തു. നിർത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അവള് കുളത്തിൽ ചെന്ന് അതിന്റെ 3 വരെ മുതലൊന്ന് വായിച്ച്. 3-ന്റെ 3 മുതൽ. ആകയാൽ നീ കുളിക്കണം, തൈലം പൂശി, നീ തൈലം പൂശണം, വസ്ത്രം ധരിക്കണം, കളത്തിൽ ചെല്ലുക. നിർത്തണം. ഹല്ലേലൂയ, സ്തോത്രം. കളത്തിൽ ചെല്ലണമെങ്കിൽ കളത്തിൽ ആരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റി വീശി വെടിപ്പാക്കുന്നവൻ കളത്തിലുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവവചനം എങ്ങനെ പറയുന്നു? വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വീശി വെടിപ്പാക്കുന്നു. അപ്പം വീശി വെടിപ്പാക്കിയിട്ടിരിക്കുന്ന കളത്തിൽ സ്ത്രീ കയറണമെങ്കിൽ ചില നിബന്ധനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധന്മാരായിരിപ്പീൻ. അവൾ ചെയ്തത് എന്താണ്? അവൾ കുളിച്ചു. പ്രൈസ് ദി ലോർഡ്. അമ്മാവിയമ്മ പറഞ്ഞു, ആദ്യം നീ എന്ത് ചെയ്യണം? കുളിക്കണം. പിന്നെ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? വായിച്ചമ്മള്. അയാൾ തിന്നു കുടിച്ചു കഴിയും വരെ നിന്നെ കുളിച്ച്. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. കുളിക്കുക എന്ന് പറയുമ്പോൾ സ്നാനത്തിന്റെ മുൻകുറിയായി കാണിക്കുന്നു. സ്തോത്രം. ആകയാൽ നീ കുളിച്ച്, പിന്നെ തൈലം പൂശി, തൈലം പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കളത്തിൽ ചെല്ലണമെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നീ ഒന്ന് കുളിക്കണം കേട്ടോ. ഹല്ലേലൂയ. അവരുടെ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കുളിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നീ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. നീ കുളിച്ചിട്ട് വേണം. ഹല്ലേലൂയ. നിന്റെ വസ്ത്രം മാറി, നീ അതുവരെ ധരിച്ച വസ്ത്രം മാറിക്കളയണം. പഴയ വസ്ത്രം നീ ധരിക്കരുത്. നിനക്ക് കളത്തിൽ ചെല്ലണമെങ്കിൽ ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ യജമാനൻ ഹല്ലേലൂയ വിളവെടുത്ത് കൂട്ടിയിട്ടിരിക്കുന്ന കളമാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ അളന്ന് തരണമെങ്കിൽ ഹല്ലേലൂയ നീ ചെല്ലേണ്ട ദൂരം അങ്ങോട്ട് ചെന്നെങ്കിലേ തരത്തുള്ളൂ. ഹല്ലേലൂയ. എങ്ങനെയും ചെന്നാൽ കിട്ടുന്നതല്ലത്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ കുളിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നീ വസ്ത്രം മാറണം. പിന്നെ തൈലം പൂശി തൈലം പൂശണം. അഭിഷേകം പ്രാപിക്കണമെന്ന്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി നിന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ ഇങ്ങനെ വിശുദ്ധിയോടുകൂടെ വേണം നീ എവിടെ ചെല്ലാൻ? യജമാനന്റെ പാദപീഠത്തിൽ കിടക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയെ കാണിക്കുകയാണ് പ്രിയമുള്ളവരെ. ഏത് വിഷയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നാലോ, ഏത് പ്രതികൂലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കടന്നു വന്നാലോ, ഏത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കടന്നു വന്നാലോ, അർദ്ധരാത്രിയുടെ ഏകാന്തതയിൽ ഹല്ലേലൂയ നിന്റെ പ്രിയന്റെ പാദപീഠത്തിൽ കിടക്കുന്നുവെങ്കിൽ അവൾ അർദ്ധരാത്രിയുടെ ഏകാന്തതയിൽ അവളെ കളത്തിച്ചെന്നു. അമ്മ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അവൾ വിശുദ്ധി പ്രാപിച്ചു. അവളെ യജമാനന്റെ പാദപീഠത്തിൽ കിടക്കുക. എന്തിനെ? പ്രതിഫലത്തിനെ. ഗ്ലോറി. ഹല്ലേലൂയ. ഓ ദൈവം പ്രതിഫലമൊക്കെ തരും. ദൈവം വിശുദ്ധിയുടെ ദൈവമാ. ദൈവം അഭിഷേകത്തിന്റെ ദൈവമാ. ദൈവം ഹല്ലേലൂയ നിനക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. നിനക്ക് അളവ് കൂടാതെ അളന്നു തരുന്ന ദൈവമാ. ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിൽ അത്യന്ത വരമായി നിന്നെ ഹല്ലേലൂയ സ്നേഹിക്കുന്ന ദൈവമാ. നിനക്ക് നൽകുന്ന ദൈവമാ. നീ ചെല്ലേണ്ടതുപോലെ ചെല്ലുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവളെ ഹല്ലേലൂയ ഇതാ പ്രതിഫലത്തിന് വേണ്ടി അവൾ അർദ്ധരാത്രി അവിടെ അമ്മ പറഞ്ഞതുപോലെ അവളെ കളത്തിൽ ചെന്ന് കടന്നു. ഹല്ലേലൂയ. യജമാനൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ ഹല്ലേലൂയ അവന്റെ പാദപീഠത്തിൽ ഒരു സ്ത്രീ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആർ? ഹല്ലേലൂയ. അവൾ പറഞ്ഞെന്താണ്? അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു. ഇതുവരെ ആരും ഇങ്ങനെ കയറി വന്ന് കിടന്നിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പോഴീ കയറി വന്ന് കിടക്കുന്നത് ആരാണെന്ന് വെച്ചുകൊണ്ട് അവനെ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോവാബിയ സ്ത്രീ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് പ്രതിബന്ധങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ച് ഹല്ലേലൂയ വയലിലൊക്കെ ഇറങ്ങി ഹല്ലേലൂയ വെയിലും കാറ്റും മഴയും ഒക്കെ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അവിടെ വിയർപ്പിന്റെ ഓരോ തുള്ളിയും ആ വയലിൽ കിടപ്പുണ്ട് പ്രിയമുള്ളവരെ.
പറയട്ടെ, ഹല്ലേലൂയ, അവൾ നുള്ളിപ്പെറുക്കിയ നല്ല നെൽമണിയുമായി ഹല്ലേലൂയ അവൾ ആ ബോവസിന്റെ കളത്തിൽ ഹല്ലേലൂയ ചെന്ന് അവനോട് ഹല്ലേലൂയ അനുവാദം ചോദിച്ച് അവളുടെ പ്രതിഫലത്തിന് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പലപ്പോഴും പല വിഷയങ്ങളുടെ മധ്യത്തിലും ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്നു, നാം തീരുമാനമെടുക്കുന്നു, നാം ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ നിരത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. മറുപടി കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അങ്ങ് നിർത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന നിർത്താവോ, ഇതുവരെ പ്രാർത്ഥിച്ചതൊന്നും കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്തോ പ്രാർത്ഥിക്കാനാ? ഹല്ലേലൂയ. അങ്ങനെയല്ല. ഹല്ലേലൂയ രൂത്ത് മറുപടി കിട്ടുന്നത് വരെ, നേരം വെളുക്കുന്നിടം വരെ അവൾ അവിടെ കിടന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് ഹല്ലേലൂയ അവൾ വാങ്ങിച്ചു, അവൾക്ക് പ്രതിഫലം വാങ്ങിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ഇതാ ഹല്ലേലൂയ പ്രതിഫലവുമായി ഹല്ലേലൂയ അവൾ പ്രഭാതത്തിൽ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഞാൻ രാത്രിയുടെ ഏകാന്തതയിലെ പ്രാർത്ഥനയെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന, ഏത് പ്രശ്നത്തിനും മറുപടി തരുന്ന പ്രാർത്ഥനയാണ് അർദ്ധരാത്രിയിലെ പ്രാർത്ഥന. ഹല്ലേലൂയ. രാത്രിയുടെ ഏകാന്തതയിൽ കരഞ്ഞാൽ ഹല്ലേലൂയ നിശബ്ദത. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാട് നിശബ്ദതയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആരും തടസ്സപ്പെടുത്താൻ വരുന്നൊരു സമയമല്ല രാത്രിയുടെ ഏകാന്തത. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മറുപടി കിട്ടുന്ന ഹല്ലേലൂയ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പലർക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കും. ഹല്ലേലൂയ. യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ യാചിക്കണം? ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 1-2 വാക്യം വായിക്കും, അവിടെ കാണുവാൻ കഴിയും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൂടി വായിച്ചു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥനയുടെ ഹല്ലേലൂയ മറുപടി. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാ അവൾ യാചിച്ചു വാങ്ങിക്കുന്നു അവിടെ പ്രതിഫലം. ഹല്ലേലൂയ സ്തോത്ര. പ്രതിഫലം വാങ്ങിക്കുക മാത്രമല്ല പ്രിയമുള്ളവരെ, ആ മോവാബ് സ്ത്രീയാകുന്ന രൂത്ത് അവൾ അത്രമാത്രം കഷ്ടതയോടെ പ്രയാസത്തോടെ പ്രതികൂലങ്ങളെ, അവിടെ ഭർത്താവ് മരിച്ചിട്ടും അവൾ മടങ്ങിപ്പോയില്ല. അവളുടെ ജീവിതത്തിൽ അവളൊരു പുതിയ തീരുമാനത്തോടെ, പുതിയ പ്രതിഷ്ഠയോടെ 1-ാം അധ്യായത്തിൽ അവൾ ഇറങ്ങി തിരിച്ചെങ്കിൽ 2-ാം അധ്യായത്തിൽ അവൾ ആ വയലിൽ ഇതാ പെറുക്കുന്നു. ഈ വയൽ എന്തിനെ കാണിക്കുന്നു? കർത്താവിന്റെ വേലയെ കാണിക്കുന്നു. ഹല്ലേലൂയ. പെറുക്കുന്നത് എന്തിനെ കാണിക്കുന്നു? ഹല്ലേലൂയ. മേച്ചത്ത് എത്തിപ്പോന്ന ചില ഉപദേശിമാരും സഹോദരിമാരും ഉണ്ട്. അതിലും നല്ലത് അതിൽ അടർന്നു കിടക്കുന്ന, ആർക്കും വേണ്ടാത്തതായ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്? ആർക്കും വേണ്ടാത്ത ഒരു ഹല്ലേലൂയ ഹല്ലേലൂയ ഇതാ ഒരു കൈതക്കുട്ടി ഹല്ലേലൂയ അവിടെ കിടപ്പുണ്ടാകും ആ തെരുവിന്റെ മൂലയിൽ. പ്രൈസ് ദി ലോർഡ്. കെട്ടിയിട്ടിരിക്കുക, പ്രമാണിമാരെല്ലാം കൂടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതക്കുട്ടി ആ തെരുവിന്റെ മൂലയിൽ കിടപ്പുണ്ട്. നിങ്ങൾ അതിനെ ചെന്ന് അഴിച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞത്. അപ്പം വേണ്ടാത്തതിനെ അഴിച്ചുകൊണ്ട് വരാനാ ഹല്ലേലൂയ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സമൂഹത്തിന് വേണ്ടുന്നവരെ അല്ല, വേണ്ടാത്തവരെ, സമൂഹം തള്ളിക്കളയുന്നവരെ. അങ്ങനെ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവൾ ഇറങ്ങി പെറുക്കി. ആ പെറുക്കി ഹല്ലേലൂയ പെറുക്കിയത് അവൾ നല്ല കനമുള്ള വിത്ത. ഹല്ലേലൂയ. ഒന്നും അതിൽ പറന്നു പോകാനില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദൈവവചനം പറയുന്നത് അവൾ വയലിൽ പെറുക്കിക്കൊണ്ട് രൂത്ത് കർത്താവിന്റെ സഭയെ കാണിക്കുന്നു. അല്ലെങ്കിൽ നവോമി പരിശുദ്ധാത്മാവിന് സാദൃശ്യം കാണിക്കുന്നു. ബോവസ് കർത്താവായ യേശു ക്രിസ്തുവിനെ സാദൃശ്യം കാണിക്കുന്നു. ഹല്ലേലൂയ സഭ കർത്താവ് ഹല്ലേലൂയ ആത്മാവ് ഇങ്ങനെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാകുന്ന ആത്മാവ് നവോമിയെ കാണിക്കുന്നു. മോവാബിൽ നിന്ന് ആ സ്ത്രീയെ അവൾ കൂട്ടിക്കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇതാ ഇപ്പോഴവളെ ഹല്ലേലൂയ ഒരു വലിയ യവത്തിന്റെ ഉടമസ്ഥയാകുക മാത്രമല്ല, അവൾ ബോവസിന്റെ ഭാര്യയായി തീരുവാൻ അവൾക്കിടയായി തീർന്നു. നിന്റെ കർത്താവ് നിന്നെ വേലയടിക്കാൻ കടന്നു വരുമ്പോൾ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ഒരു വിവാഹത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ വചനം അടുത്ത വിവാഹത്തിന് വേണ്ടി തന്റെ സഭ കാത്തിരിക്കുമ്പോൾ ആ
വിവാഹം പൂർത്തിയാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഹല്ലേലൂയ നിവർത്തീകരണത്തിൽ കൂടെ നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ യജമാനന്റെ മണവാട്ടിയായി എനിക്ക് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥാപിതം നാം കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ ദൈവം പറയുന്നത് ഇതാ അവളെ വിവാഹം കഴിക്കുന്നു, പിന്നെ ബോവസ് അവളെ വിവാഹം കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബോവസ് അവളെ വീണ്ടെടുക്കുന്നു. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 3-ാം അധ്യായത്തിൽ അവിടെ പ്രതിഫലം വാങ്ങിച്ചു. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ ഭാര്യയായി അവൾ ഇതാ ഹല്ലേലൂയ ബോവസിൻ്റെ ഭാര്യയായി തീരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വല്യപ്പച്ചയായി തീരുവാൻ അവൾക്കിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം പറയുന്നത് മോവാബിയ സ്ത്രീയായിരിക്കുന്ന രൂത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വല്യപ്പച്ചയായി തീരണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ദൈവവചനം അനുസരിക്കുന്ന, ദൈവവചനത്തിൽ ആശ്രയം വെച്ചോടുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ഥാനത്ത് എന്നെത്തുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഈ രൂത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ സഭയെ കാണിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ ഇതാ ഹല്ലേലൂയ ഒരു വിവാഹം ഏതെന്ന് വെച്ച് നടക്കുന്നു. ഹല്ലേലൂയ അതെ, യഹോവയായ ദൈവത്തിൻ്റെ കൈവപ്പാൽ വിവാഹം നടന്നെങ്കിൽ അടുത്ത വിവാഹം അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ഹല്ലേലൂയ പറയട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കാൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം മണവാട്ടിയായി ഒരുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ മണവാളന്റെ വരവും കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ ഒരുക്കപ്പെട്ടവരായിരിക്കുന്നുവെങ്കിൽ ഗ്ലോറി കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ആ തിരുവചനത്തിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഹല്ലേലൂയ ഉത്തമത്തിൽ വരുമ്പോൾ ഒരു സ്ത്രീയെ കാണുവാൻ കഴിയുകയാണ്. ഉത്തമത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ ഇടയ ചെറുക്കന് വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ഒരു സൂര്യങ്കാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അവൾ കാത്തിരിക്കുക അവളുടെ ചെറുക്കന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ ഹല്ലേലൂയ ലോകമാകുന്ന സലോമോൻ ഹല്ലേലൂയ സൂര്യങ്കാരത്തി ദൈവത്തിൻ്റെ സഭ സലോമോൻ ഹല്ലേലൂയ ലോകമനുഷ്യൻ ഹല്ലേലൂയ ഇടയ ചെറുക്കൻ കർത്താവായ യേശു ക്രിസ്തു സഭ ലോകം യേശു ക്രിസ്തു ഹല്ലേലൂയ 3 പേരെ അവിടെ കാണിക്കുകയാണ്. ഹല്ലേലൂയ അവിടെയും അവൾ കാത്തിരിക്കുക അവിടെ യജമാനന് വേണ്ടി. ഹല്ലേലൂയ അവൾ പറയുന്ന മറ്റുള്ളവർ ചോദിക്കുന്ന നിന്റെ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ ഇടയന് മറ്റുള്ളവരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? സലോമോൻ ചോദിച്ചതാ, ലോകം ചോദിച്ചവളോട്. അവൾ പറഞ്ഞു എൻ്റെ പ്രിയരോ അവൻ 10,000ങ്ങളിൽ അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ ലാവണ്യവും അവൻ്റെ അവതരങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന ഒരു ദൈവം ഇതുകൊണ്ട് മാത്രമേ അവനിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അവൻ്റെ ആ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തനത്തെ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. വാത്സല്യ വൈതൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 5 വയസ്സ് മുതൽ ദൈവവചനം കേൾക്കാൻ തുടങ്ങിയതാ. അവരുടെ പപ്പ ഒരു വലിയ പ്രാസംഗനായിരുന്നു. മർത്താമ സഭയിലെ പ്രാസംഗനായിരുന്നു ആ ദൈവത്തിൻ്റെ ദാസനെ. ഹല്ലേലൂയ ഞങ്ങൾക്ക് വർഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധി മുഴങ്കാൽ മടക്കി 5 വയസ്സുള്ളപ്പോൾ കൊടുത്ത ദൂത ഹല്ലേലൂയ ഇന്ന് ഈ നിലനിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ദൈവവചനം പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് പറഞ്ഞു ഇതാ ഒരു സ്ത്രീ ഹല്ലേലൂയ ഒരു വിവാഹത്തിൻ്റെ ഒരു ആലോചന വരുന്നു. ഹല്ലേലൂയ അത് ഇന്നതുപോലൊക്കെയാണ് വരുന്നത്, ഇന്ന രീതിയിലാണ് വിവാഹം നടക്കുന്നത്. അതുപോലെ സംഭവിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, കേരളത്തിനകത്തും പുറത്തും ഹല്ലേലൂയ ഈ 77ാമത്തെ വയസ്സിൽ യാത്ര ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ നിങ്ങളെപ്പോലെയുള്ള വലിയ പ്രിയപ്പെട്ടവരുടെ ആ പ്രാർത്ഥനയാണ് എന്നെ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിൻ്റെ അക്ഷരം പോലും മാറാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം നമ്മെ ദൈവം ഹല്ലേലൂയ മാനിച്ചനുഗ്രഹിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവം പറഞ്ഞു ഒരു നന്മയും നമുക്ക് കുറവ് വരുത്തില്ല. ഇന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ ദൈവം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ചെറിയ വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ പറഞ്ഞത്. ദൈവത്തിനൊന്നും അസാധ്യമില്ല. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സകലതും അതിൽ നമുക്ക് തരുവാൻ ഹല്ലേലൂയ ശക്തനാണ്. എന്താണ് നമുക്ക് ലഭിക്കാത്തത്? ഹല്ലേലൂയ നമ്മൾ വേണ്ടതുപോലെ ചെയ്യാത്തതുകൊണ്ടും വേണ്ടതുപോലെ നമ്മൾ യാചിക്കേണ്ടതുപോലെ യാചിക്കാത്തത് കൊണ്ടാണ്. ദൈവവചനം എൻ്റെ വചനം നിങ്ങൾ എന്നിലും വസിച്ചുകൊണ്ട് എന്തെങ്കിലും യാചിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. ദൈവവചനം നമ്മുടെ ഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവവചനത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി മാത്രമല്ല നമ്മൾ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി നമ്മെ നടത്തുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിൽ ഉള്ളതോട് ഓർത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പ്രിയമുള്ളവരെ.
ഹല്ലേലൂയ സ്തോത്ര. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ അനേക സ്ത്രീരത്നങ്ങളെ ദൈവത്തിൻ്റെ വചനത്തിന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ വിവിധ അവസ്ഥയിൽ കൂടെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കൂടെ തരണം ചെയ്ത് അവരൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്തതായിട്ട് ദൈവം ആർക്കും മറുപടി കിട്ടാത്തവരായിട്ടില്ല. എല്ലാവർക്കും മറുപടി കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവരൊക്കെ അതിൻ്റെ മറുപടി പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എസ്തേറെ ഹല്ലേലൂയ എന്തിനു വേണ്ടി കരഞ്ഞു? അവരുടെ സ്വജനത്തിൻ്റെ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ സ്തോത്രം. ഒരു ജാതിയെ മൊത്തം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നശിപ്പിക്കുവാൻ ഹാമാൻ ഹല്ലേലൂയ എടുത്ത തീരുമാനത്തെ ഹാമാൻ ഇസ്രായേലിന് വേണ്ടി ഒരുക്കിയ ഹല്ലേലൂയ യൂദന്മാർക്ക് വേണ്ടി ഒരുക്കിയ കഴിമരം ഹാമാൻ്റെ മേൽ തന്നെ വീഴുവാനിടയായി തീർന്നു. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കാരണം കൂടാതെ പകയ്ക്കുന്നവരെ വിടുവിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുകയാണ്, ശാരീരിക അസ്വസ്ഥതയോ ഭാരപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇതിൻ്റെ മധ്യത്തിലുണ്ടെന്ന്. ഹല്ലേലൂയ. ആരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാം, അവർക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരും അറിയരുതെന്നുള്ള അസുഖമുണ്ട്, ആരും അറിയരുതെന്നുള്ള ചിന്തയുണ്ട്. അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നമ്മളെ വിടുവിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. രോഗിക്ക് വൈദ്യൻ കർത്താവാ. ഹല്ലേലൂയ സ്തോത്ര. ഹല്ലേലൂയ. വിഷയങ്ങൾ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ചില കടഭാരങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ. ഹല്ലേലൂയ. ജീവിതത്തെ നിരാശയിട്ടുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കേണ്ടെന്ന് പോലും തീരുമാനമെടുത്തിരിക്കുന്ന ചില ചെറിയ കുട്ടികൾ. ഹല്ലേലൂയ സ്തോത്രങ്ങളുടെ വിഷയങ്ങളെ ഹല്ലേലൂയ പരിഹരിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ.